എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ ക്ലാസ് ആണ്. അറിയാത്തവർക്ക് ഒരു പുതിയ അറിവാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ലഭിക്കുന്ന ഡെസ്ക്ടോപ്പ് ഇങ്ങനെയായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് സി ഡ്രൈവ്, ഡി ഡ്രൈവ് അല്ലെങ്കിൽ സി ഡി ഡ്രൈവ്, USB ഡ്രൈവ് ഒക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ താഴെ കാണുന്ന ഫയൽ എക്സ്പ്ലോറർ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് കോർണറിൽ നിന്നും ദിസ് PC എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ മേൽപ്പറഞ്ഞ ഡ്രൈവുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കൂ. ഇനി നമുക്ക് ഈ പേജ് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഫയൽ എക്സ്പ്ലോറർ എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താലും സെയിം വിൻഡോ തന്നെയാണ് നമുക്ക് മുന്നിൽ ഓപ്പൺ ആകുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫയൽ എക്സ്പ്ലോററിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് സി ഡ്രൈവ്, ഡി ഡ്രൈവ് എല്ലാം കാണാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ ക്വിക്ക് ആക്സസ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻസ് എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ ഓപ്പൺ ഫയൽ എക്സ്പ്ലോറർ 2 എന്നത് ദിസ് PC എന്ന് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം OK എന്നത് പ്രസ് ചെയ്യുക. അതിനുശേഷം വിൻഡോ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ വിൻഡോസ് എക്സ്പ്ലോറർ എന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ദിസ് PC എന്നതാണ് സെലക്ട് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് സി ഡ്രൈവ്, സി ഡി ഡ്രൈവ് അതെല്ലാം കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ദിസ് PC എന്നത് ക്ലിക്ക് ചെയ്താലേ സി ഡ്രൈവ്, സി ഡി ഡ്രൈവ് എന്നിവ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു ടിപ്പായിരുന്നു ഇത്, നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്തത്. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. പുതിയ അറിവുകളുമായി വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.